മകളെ, ജെറുസലം വചന കൂടാരത്തിലെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും ഈ വചനത്തിന് വേണ്ടി കാത്തിരിക്കുക, അതൊരു ഭയങ്കര കാര്യമാണത്. അനേകം കാര്യങ്ങൾ ഈ വചനത്തിലൂടെ ലഭ്യമാകുന്നുവെന്ന് അറിയുമ്പോൾ അതിനേക്കാളേറെ സന്തോഷം എനിക്കുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ജീവിത പ്രശ്നങ്ങളിലേക്കും വചനം കടന്നു വരികയാണ്. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 10-ാം വാക്യം. ശ്രദ്ധിക്കുക, വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അചഞ്ചലനായി നിന്ന് അത് നിവർത്തിക്കുക. കർത്താവ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണല്ലേ. കർത്താവിന് വിശുദ്ധ മന്ദിരം പണിയാൻ പണിക്കാരെ ആവശ്യമുണ്ട്. അതിന് എന്നെയും നിന്നെയും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോകത്ത് ഒരു ജനതയോടും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നമ്മോട് കാണിക്കുന്നത് വിശുദ്ധ മന്ദിരം പണിയാൻ വേണ്ടിയിട്ടാണ്. ദൈവം അതിനുവേണ്ടി നമ്മെ ക്ഷണിക്കുകയാണ്. എത്ര വലിയൊരു പദവിയാണല്ലേ, എത്ര ശ്രേഷ്ഠമായൊരു കാര്യമാണ് ദൈവം നമ്മോട് പറയുന്നത്. എന്തു മന്ദിരം പണിയാൻ വേണ്ടിയിട്ടാണ്? പിതാവായ ദൈവം 4 കാര്യങ്ങളെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധിയുടെ മന്ദിരം പണിയാൻ നമ്മെ വിളിക്കുന്നു. സ്നേഹത്തിന്റെ മന്ദിരം പണിയാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. കരുണയുടെ മന്ദിരം പണിയാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. പരിപൂർണതയുടെ മന്ദിരം പണിയാൻ കർത്താവ് ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധിയുടെ മന്ദിരം. ദൈവം സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ മന്ദിരം പണിയാൻ. കരുണയുടെ നിറകുടമാണ് ദൈവം. അതുകൊണ്ടാണ് കരുണയുടെ മന്ദിരം പണിയാൻ. അവിടുന്ന് പരിപൂർണനാണ്. പരിപൂർണതയുടെ മന്ദിരം പണിയാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടയിലും സമൂഹത്തിലും ക്രിസ്തുവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ വിശുദ്ധ മന്ദിരം പണി തീർക്കാൻ കർത്താവ് നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓരോ കുടുംബങ്ങളിലും, ഓരോ ദേശങ്ങളിലും, ഓരോ തലമുറകളിലും വിശുദ്ധ മന്ദിരം പണിയാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ കരങ്ങൾ നീട്ടി ഓരോ വ്യക്തികളും അനുഗ്രഹിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.